ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:20. അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. അപ്പസ്തോല പ്രവർത്തനങ്ങളാണ്. അപ്പസ്തോലന്മാർ കർത്താവിൻ്റെ വചനവുമായി ലോകത്തിൻ്റെ അറ്റത്തോളം പോയി അവർ അവിടുത്തെ പ്രഘോഷിച്ചു. അപ്പോൾ ആ വചനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. ആ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു. അങ്ങനെ അവിടുത്തെ വചനം വിപുലമായി പ്രചരിപ്പിക്കപ്പെട്ടു. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നും സംഭവിക്കുന്നത് ഇത് തന്നെയല്ലേ? സാധാരണക്കാരായ മനുഷ്യർ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, പ്രഘോഷിക്കുമ്പോൾ, ആ വചനത്തെ ബലപ്പെടുത്തിക്കൊണ്ട് കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു. ആ തിരുവചനം വിപുലമായി പ്രചരിക്കപ്പെടുന്നു. സംഭവിക്കട്ടെ, അവിടുത്തെ വചനങ്ങൾ പറയാൻ, അനേകരോട് പ്രഘോഷിക്കാൻ, ആ വചനത്തിൻ്റെ ശക്തി അനേകരിൽ വെളിപ്പെടട്ടെ. സൗഖ്യമായി, വാതിലായി, വഴികളായി അനേകരുടെ മുന്നിൽ അത്ഭുതമാകട്ടെ. ഒരു സാക്ഷിയായി നിൽക്കാൻ നിങ്ങളെയും കർത്താവ് വിളിക്കുന്നുണ്ട്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.